നോക്കിയാലോ. ഒരു വെബ്സൈറ്റ് റെഡി ആയി കഴിഞ്ഞാൽ അത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ SEO ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യണം. അതിൽ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഓൺ പേജ് SEO ആണ്. അതായത് വെബ്സൈറ്റിൽ തന്നെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ലിങ്ക്സ്, ഇമേജ് ഓൾട്ട്, ഹെഡർ, URL, വെബ്സൈറ്റിലെ കോണ്ടന്റ് എല്ലാം കീവേഡ് അനുസരിച്ചിട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ഓൺ പേജ് SEO എന്ന് പറയുന്നു. ഇനി നമുക്ക് ഓഫ് പേജ് SEO എന്താണെന്ന് നോക്കാം. ഓഫ് പേജ് SEO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിന്റെ ഉള്ളിലല്ല, ഔട്ട്സൈഡ് ഓഫ് യുവർ വെബ്സൈറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിന്റെ റാങ്കിങ് ഇൻക്രീസ് ചെയ്യുക, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ എത്തിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് പേജ് SEO ഇതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഡൊമൈൻ അതോറിറ്റി ബിൽഡ് ചെയ്യാൻ, സെർച്ച് എഞ്ചിൻ റാങ്കിങ് ഇൻക്രീസ് ചെയ്യും, വെബ്സൈറ്റ് ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്നു, ബ്രാൻഡ് വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നു. ഇനി നമുക്ക് DAPA എന്താണെന്ന് നോക്കാം. DA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമൈൻ അതോറിറ്റി, അതായത് ഇത് മോസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. 0 to 100 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഹൈ റാങ്ക് ഉള്ള വെബ്സൈറ്റ് നല്ല ഒരു വെബ്സൈറ്റ് ആയിട്ട് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് PA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് അതോറിറ്റി. ഇത് എന്റെ ഡൊമൈൻ അല്ല, ഒരു സ്പെസിഫിക് പേജിന്റെ അതോറിറ്റിനെയാണ് കാണിക്കുന്നത്. ബാക്ക് ലിങ്ക്സ് ഓഫ് പേജ് SEOയിൽ വരുന്ന ടെക്നിക്കാണ് ബാക്ക് ലിങ്ക്സ്. അതായത് ഒരു നമ്മളെ വെബ്സൈറ്റിന്റെ ലിങ്ക് വേറെ വെബ്സൈറ്റിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ വേറൊരു വെബ്സൈറ്റ് നമ്മളെ വെബ്സൈറ്റിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുമ്പോൾ അതിന് കോൺഫിഡൻസ് കൂടുന്നു, വാല്യബിൾ കണ്ടന്റ് ആണെന്നുള്ളതൊക്കെ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബാക്ക് ലിങ്ക്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെ. റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാൻ, ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ, ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ. ബാക്ക് ലിങ്ക്സ് അറിയപ്പെടുന്നത് ഡു ഫോളോ ലിങ്ക്സും നോ ഫോളോ ലിങ്ക്സും ആയിട്ടാണ്. ഡു ഫോളോ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതോറിറ്റി പാസ് ചെയ്യും, അതേപോലെ തന്നെ നോ ഫോളോ ലിങ്ക്സ് ആണെങ്കിൽ ഒരു അതോറിറ്റിയും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡു ഫോളോ ലിങ്ക്സ് ഉള്ള വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഷീറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. DAPA മെട്രിക്സും ചെയ്ത് കഴിഞ്ഞ ലിങ്ക്സും എല്ലാം നമ്മളൊരു ബാക്ക് ലിങ്ക് ഷീറ്റിൽ, ഒരു ഗൂഗിൾ ഷീറ്റിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക, കീപ്പ് ചെയ്ത് വെക്കുക മന്ത്ലി റിപ്പോർട്ടായിട്ട്. ഫസ്റ്റ് വരുന്ന ബാക്ക് ലിങ്ക് സബ്മിറ്റിംഗ് സൈറ്റ് ആണ് ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ്. ഇതിൽ എന്താണ്? ഹൈ ക്വാളിറ്റി ഉള്ള ആർട്ടിക്കിൾസ്, നമ്മുടെ വെബ്സൈറ്റിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് വരുന്ന നല്ല ആർട്ടിക്കിൾസ് സബ്മിറ്റ് ചെയ്യണം. ലൈക്ക് മീഡിയം, എസൈൻ ആർട്ടിക്കിൾ, സബ് പേജസ് ഈ വെബ്സൈറ്റിലെല്ലാം. നെക്സ്റ്റ് വരുന്നത് ഡയറക്ടറി സബ്മിഷൻ, അതായത് ഡിമോസ്, യെല്ലോ പേജസ് എന്നിങ്ങനെയുള്ള ഡയറക്ടറി സബ്മിഷൻ സൈറ്റ്സുകളിൽ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് സബ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ബുക്ക് മാർക്കിംഗ്, അതായത് വെബ്സൈറ്റിന്റെ ലിങ്ക് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റുകൾ ലൈക്ക് റെഡിറ്റ്, സ്റ്റംബിൾ അപ്പോൺ ഇറ്റ്, ഇങ്ങനെ ഒരുപാട് സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റുകൾ ഉണ്ട്. ഇതിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഫോറം പാർട്ടിസിപ്പേഷൻ, നിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോറം പാർട്ടിസിപ്പേഷൻ സൈറ്റുകളിൽ പോയിട്ട് ലിങ്ക് അവിടെ ആഡ് ചെയ്യുക. റെഡിറ്റ്, കോറൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ബ്ലോഗ് കമന്റിങ്, ഇത് അതർ ടൈപ്പ് ഓഫ് ബാക്ക്ലിങ്ക് മെത്തേഡ് ആണ്. അതായത് ആളുകൾ ചെയ്തിട്ടുള്ള ബ്ലോഗിൽ താഴെ പോയിട്ട് കമന്റ് ചെയ്യുക, നമ്മളെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കൂട്ടുന്ന രീതിയിൽ. നിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗുകളൊക്കെ നല്ലത്, അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അതിലും ലിങ്ക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഗസ്റ്റ് ബ്ലോഗിങ്, അതായത് ഗസ്റ്റ് ബ്ലോഗിങ് സൈറ്റുകൾ ഉണ്ടാകും. ആ ബ്ലോഗിങ് സൈറ്റുകൾ നമ്മൾ ഒരു ഗസ്റ്റ് ആയിട്ട് പോയിട്ട് നമ്മളെ വെബ്സൈറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുക, അങ്ങനെ ബാക്ക് ലിങ്ക്സ് ഏൺ ചെയ്യാം. നമുക്കിത് എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യുന്നത് നോക്കാം. ഡ്രൈവില് ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഈ അൺടൈഡിൽ സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഇവിടെ ബാക്ക് ലിങ്ക്സ് എൻ്റർ ചെയ്യാം. ഇവിടെ ഡേറ്റ് വെക്കുക, ഇവിടെ വെബ്സൈറ്റ്, ഇവിടെ DA, ഇവിടെ PA, ഇവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മള് ലിങ്ക് കൊടുത്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിട്ടുള്ള വെബ്സൈറ്റ്. കൊടുത്താൽ മതി. ഇനി നമ്മൾ ഏത് വെബ്സൈറ്റിന്റെയാണ്, നമുക്ക് ആദ്യം ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ്സ് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ സബ്മിഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പൊ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ്സുകളുടെ ലിസ്റ്റ് നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എടുക്കുക. ഗൂഗിളിലെ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റിന്റെ ലിസ്റ്റ് വരും. നമുക്ക് രണ്ടാമത്തേതൊന്ന് നോക്കാം. നമുക്ക് ഇതിലൊന്ന് ഈ ഒരു സൈറ്റിന്റെ ഉള്ളിൽ പോയാൽ ഒരുപാട് സൈറ്റുകൾ കാണിക്കും. അതിലിപ്പോ ഫസ്റ്റ് വരുന്നത് മീഡിയം. നമുക്ക് മീഡിയം ഓപ്പൺ ചെയ്യാം. മീഡിയം ഓപ്പൺ ചെയ്യാൻ മാത്രമല്ല medium.com എന്നുള്ള ഈ
ഈ വെബ്സൈറ്റ് ഐ ഡി നമ്മൾ ഇവിടെ കൊടുക്കണം. എന്നിട്ട് വേണ്ടത് അതിന്റെ DA PA ഒന്ന് ചെക്ക് ചെയ്യാം. DA PA ചെക്കർ ടൂൾസുകൾ ഉണ്ടാവും. DA PA ചെക്കർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതില് ഡൊമൈൻ എൻ്റർ ചെയ്യുക. ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്തു. ഇവിടെ മോട്ടോർ സൈക്കിൾസ് ഉള്ള ഒരു ഇത് നമുക്ക് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നത് കൊടുക്കുക. എന്നിട്ട് ചെക്ക് DA PA. നെക്സ്റ്റ് വരുന്ന ബസ്സസ് ആണ്. ബസ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ബൈസിക്കിൾ വരുന്നുണ്ട്. ഫസ്റ്റ് പ്രാവശ്യം എൻ്റെ മിസ്റ്റേക്ക് വന്നപ്പോൾ ഇതൊന്നുകൂടെ ചെയ്യാൻ കഴിയും. ചെക്ക് DA PA എന്നിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ വെബ്സൈറ്റിന്റെ ഡൊമൈൻ അതോറിറ്റി, പേജ് അതോറിറ്റി രണ്ടും കാര്യമായിട്ട് നോക്കിയാൽ മതി. ഡൊമൈൻ അതോറിറ്റി 95ഉം പേജ് അതോറിറ്റി 85ഉം ആണ് കാണിക്കുന്നത്. ഇവിടെ എൻ്റർ ചെയ്യാം. നമുക്ക് medium.com പോയിട്ട് ഇവിടെ റൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ല. ഇവിടെ പോയിട്ട് നമ്മളിവിടെ ടൈറ്റിൽ ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണ്. ഈ വെബ്സൈറ്റിനാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്ന് കൊടുക്കാം. നമ്മളൊരു ടൈറ്റിൽ ട്രെയിനിങ് കൊടുക്കുക. ഇവിടെ ഏതാണ് ആർട്ടിക്കിൾ നമുക്ക് ChatGPT പോയിട്ട് ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ച് തന്നെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് തന്നെ ഉണ്ടാവും. Create an article for ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോർഷൻ മാത്രം കോപ്പി ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇത് എടുക്കാം. ഈ ഒരു സ്മോൾ ആർട്ടിക്കിളിന്റെ ഒരു ഭാഗം എടുത്തിട്ട് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ ഇമേജും ഇൻസേർട്ട് ചെയ്യാം. ആർട്ടിക്കിൾ എഴുതുക. അതിനുശേഷം ഇപ്പൊ ഇവിടെ ഒരു വേർഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് എന്നാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇവിടെ നമ്മൾ വെബ്സൈറ്റിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാം. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ ഷീറ്റിൽ അത് സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു ലിങ്ക് അതേപോലെ തന്നെ സോഷ്യൽ മാർക്കിംഗ് ചെയ്യണം. PDF സബ്മിഷൻ, വീഡിയോ സബ്മിഷൻ, ഇമേജ് സബ്മിഷൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ബാക്ക്ലിങ്ക് ഷീറ്റിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.